എന്താണ് അഖ്‌ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഖല എന്ന അറബി പദം ഭാഷാപരമായി ഒരു മൃഗത്തെ നിയന്ത്രിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. മൃഗങ്ങൾ നമ്മളെ അനുസരിക്കാത്തപ്പോൾ നമ്മൾ അതിനെ വലിച്ചു കൊണ്ടുപോകും. അതിനെയാണ് യഥാർത്ഥത്തിൽ അഖല എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധിയും ഈ നിയന്ത്രണവും തമ്മിൽ എന്താണ് ബന്ധം? അഖലിന്റെ ഉദ്ദേശം ആപത്ത് സമയങ്ങളിൽ നമ്മളെ നിയന്ത്രിക്കുക എന്നതാകുന്നു. വിഡ്ഢിത്തം ചെയ്യാതിരിക്കാനുമാണ്, ബുദ്ധിപരമായി പ്രവർത്തിക്കാനുമാണ് അഖൽ ഉദ്ദേശിക്കുന്നത്. മരണത്തിൽ നിന്നും അഖൽ നമ്മളെ രക്ഷിക്കുന്നു. അതെ, വിഡ്ഢിത്തം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ് അഖൽ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇസ്ലാമിൽ അഖൽ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ നന്നായി ആരാധിക്കുന്നവരാണ്. അങ്ങനെ നിങ്ങൾ നന്നായി ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഖിലാണ്, ബുദ്ധിമാനാണ്. എന്നാൽ അള്ളാഹുവിനെ എതിർക്കുകയും തിന്മകൾ ചെയ്യുകയും ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിഡ്ഢിയാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ മുലക്ക് നോക്കുക. നരകത്തിലെ ആളുകളോട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിങ്ങൾ എന്താണ് ചെയ്തത്? അവർ പറയും, വഖാലു ലൗ കുന്ന നസ്മഉ ഔ നഖിലു മാ കുന്ന ഫി അസ്ഹാബിസ് സഈർ. പ്രവാചകന്റെ വാക്ക് ഞങ്ങൾ കേൾക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നരകത്തിൽ എത്തുമായിരുന്നില്ല. അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുമായിരുന്നു. ലൗ കാന നസ്മഉ ഔ നഖിലു മാ കുന്ന ഫി അസ്ഹാബിസ് സഈർ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. കപടവിശ്വാസികൾക്ക് മനസ്സിലാകുമായിരുന്നില്ല, കാരണം അവർക്ക് അഖൽ ഇല്ല, അവർ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നു, ആരൊക്കെ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നുവോ, ബിജിഹാല അവിവേകം കൊണ്ട് തെറ്റ് ചെയ്തതിനു ശേഷം പശ്ചാത്തപിക്കുന്നവർക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുക. പ്രത്യേകം നോക്കണം, അവിവേകം കൊണ്ട് തെറ്റ് ചെയ്തവർ അവരാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ജാഹിൽ എന്നത് ആലിമിന്റെ വിപരീത പദമാണ്. തെറ്റ് ചെയ്യുന്നവൻ ജാഹിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ ഇബ്നു അബ്ബാസ് പറഞ്ഞു, കുല്ലമൻ അസല്ലാഹ ഫഹുവ ജാഹിൽ. അള്ളാഹുവിനെ എതിർക്കുന്നവരാരോ അവർ വിഡ്ഢികളാണ്, അവർ അവിവേകരാണ്. കാരണം അവർ വിവേകമുള്ളവരാണെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുമായിരുന്നില്ല. അതാണ് ഇസ്ലാമിൽ വിവേകത്തിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലാണ് ഒരു വിവേകിക്ക് ഏറ്റവും ഉത്തമമായ കാര്യം. അതാണ് വിവേകം. അതിനെ എതിർക്കുന്നത് വിഡ്ഢിത്തവും. നിങ്ങൾക്ക് എത്ര നല്ല ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. സത്യം കൺമുന്നിലുണ്ടായിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അതും വിഡ്ഢിത്തമാണ്. അഖൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തെ മനസ്സിലാക്കാനാണ്. സത്യത്തെ മനസ്സിലാക്കാൻ അഖൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചന്ദ്രനിൽ പോയി വന്നു എന്ന് പറഞ്ഞാലും വിവേകം ആവേശത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്.